തിരുമേനി, നാളെ നവീന്റെ വിവാഹ വാർഷികമാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നവീൻ ആ വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോകുന്നത് അവൻ താലികെട്ടിയ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ്. നന്നായി. നവീന്റെയും കൃഷ്ണയുടെയും ബന്ധം ഒന്നുകൂടി ദൃഢമാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പരസ്പരം പിരിയരുത് എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ വരാൻ. ഇനി ഒരിക്കലും കൃഷ്ണയും നവീനും തമ്മിൽ പിരിയാൻ പാടില്ല. അച്ഛനെന്ന നിലയിൽ അതെന്റെ കടമയാണ്. അതുകൊണ്ടാ ഞാൻ തന്നെ തിരുമേനിയെ കാണാൻ ഇറങ്ങിയത്. കാര്യം മനസ്സിലായി. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് പൂജകളൊന്നും ചെയ്യാനില്ല. കാലം കുറച്ചായല്ലോ ഇങ്ങനെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും നാളെ വിവാഹ വാർഷികത്തിന്റെ ആഘോഷങ്ങളും ബഹളങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഒരു പൂജയാകാം. അത് ദമ്പതി പൂജയ്ക്ക് തുല്യമായ പൂജ തന്നെയാണ്. നമുക്കത് നടത്താം. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. എന്റെ മകന്റെ ജീവിതം ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന്റെ പേരിൽ ആരെയും തള്ളിക്കളയാനോ ഇല്ലാതാക്കാനോ ഒരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. ഹലോ മാഡം. ഹലോ. ആ മോളെ, സുഖമായിട്ടിരിക്കുന്നു മോൾ? ആ സുഖാണ് മാഡം. കുറച്ചു മുമ്പാ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യങ്ങളൊക്കെ ധാരണയായത്. വെഡിങ് ആനിവേഴ്സറി ഇവിടെ വെച്ച് നടത്താനായിട്ടാ തീരുമാനം. ഞാനെന്താ ചെയ്യേണ്ടതെന്ന് മാഡം പറഞ്ഞാ മതി. വെഡിങ് ആനിവേഴ്സറിക്ക് നവീൻ മോക്ക് വാങ്ങിച്ചു തരുന്ന ഡ്രസ്സില്ലേ, അതിന്റെ പാറ്റേൺ മോളൊന്ന് ഇങ്ങോട്ട് അയക്കണം. അതേ ഡ്രസ്സ് ഗാഥമോക്ക് എടുക്കാനായിട്ടാ. ഗാഥ ആ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഗാഥമ്മളുടെ സ്ഥാനത്ത് കൃഷ്ണൻ നിൽക്കാൻ പാടില്ല. ശരി മാഡം. മാഡം ആജ്ഞാപിക്കുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞേ? അവളുടെ അഹങ്കാരം കണ്ടില്ലേ മമ്മി? മമ്മി പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തേ? നാളെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമല്ലോ. അപ്പൊ ഇതിനൊക്കെ മറുപടി കൃത്യമായിട്ട് ചോദിക്കണം. ഗാഥ പ്ലീസ്, എങ്ങനെയെങ്കിലും ഒരു അവസരം ഒത്തുവരിക. അവിടെ കണക്ക് പറഞ്ഞും ബഹളം വെച്ചും ആരും തോപ്പിക്കാനായിട്ട് നിക്കണ്ട. നോക്ക്, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇതിനപ്പുറത്തേക്ക് നവീന്റെ കൂടെ ജീവിക്കാൻ ഒരു ചാൻസും മോളുടെ മുമ്പിൽ വരില്ല. പിന്നെ നീ പതുപോലായ എനിക്കതിൽ നിന്ന് കൈയെടുക്കാനേ പറ്റൂ. മമ്മി, വിവാഹ വാർഷികം സിത്താരയുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ആരോടും ആലോചിക്കാതെ ഞാൻ വാക്ക് കൊടുത്തു. അതിന് തന്നെ തെറ്റ് പറഞ്ഞിട്ടെന്താ? താൻ വാക്ക് പറഞ്ഞ നിലയ്ക്ക് അതിനെ മാറ്റാനും പറ്റില്ലല്ലോ. താൻ വാക്ക് പറഞ്ഞോണ്ട് മാത്ര, അല്ലെങ്കിൽ എനിക്കത് അത്ര ഇഷ്ടായിരുന്നില്ല. ക്ഷമിക്കും നന്ദേട്ടാ. എന്ത് കാര്യം നടന്നാലും അത് പ്രശ്നത്തിലാണല്ലോ അവസാനിക്കാറെന്നും സിത്താര ചോദിച്ചു. ഉദയന്റെയും നിർമ്മലയുടെയും കീർത്തിയുടെ ഒക്കെ കാര്യം എടുത്തു പറഞ്ഞപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്തായാലും വാക്കു പറഞ്ഞല്ലോ, ഇനി നമ്മൾ വാക്കു പാലിച്ചേ പറ്റൂ. അതുകൊണ്ട് അവിടെ പോകുന്നതിന്റെയും കാര്യങ്ങൾ നടത്തുന്നതിനെ കുറിച്ചും ആലോചിച്ചാൽ മതി. സുമിത്ര ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. ശരിയമ്മേ. എന്താ തെറ്റ്? നിങ്ങളുടെ മുറി, നിങ്ങൾ ഭാര്യയും ഭർത്താവും, പ്രത്യേകിച്ച് ഒരു വിവാഹ വാർഷികം തൊട്ടടുത്ത് ഇങ്ങനെ എത്തിയിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാനല്ലേ ആലോചിക്കേണ്ടത്? ഞാനെന്താ ഒരു കഴുതയായി പോയത്? നവീൻ സാറിന്റെ മുറിയിൽ പോയി കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോടാ മാണിക്കുഞ്ഞേ? ഇന്നിങ്ങനെ ഒരു ചോദ്യം ആ ഹോളിൽ ഇങ്ങോട്ട് വരുമ്പോ തന്നെ മനസ്സിൽ തോന്നണ്ടായിരുന്നില്ലേ? എന്നിട്ടെന്താ തോന്നാത്തത്? അല്ല, നിങ്ങളും ചില അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കാണുമ്പോ ഇങ്ങനെ ഞെട്ടുന്നത്? ഉമ്മ കൊടുക്കാനാണെങ്കിൽ അതങ്ങ് കൊടുക്കണമെന്നേ, അല്ലേ സാറേ? താനത് പോയേ. അല്ല, മാണിക്കുഞ്ഞ് എന്തിനാ വന്നേ? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ വന്നേ? വന്ന കാര്യം മറന്നുപോയി മാഡം. അതാണ് ലവ് സീന്റെ ഒരു ശക്തി. എന്ത് കാര്യമായിട്ട് വന്നാലും നമ്മളതൊക്കെ അങ്ങ് മറന്നുപോകും. എന്നാ പിന്നെ നടന്നോട്ടെ മാഡം. ആ
നിർത്തിയിരുന്ന അങ്ങ് മുന്നോട്ട് പോകുന്നേ. ശരി സർ. മാണിക്കുഞ്ഞിന് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് അയാൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. വിളക്ക് കൊളുത്തിക്കോ മോളെ. കൊറേ ദിവസമായില്ലേ നിന്റെ കൈകൊണ്ട് വിളക്ക് കൊളുത്തിയിട്ട്. ശരി മുത്തശ്ശി. മനസ്സറിഞ്ഞ് തൊഴുതോളൂ. ഈശ്വര, ഈ കുടുംബം പരസ്പരം കാണിക്കുന്ന സ്നേഹവും വിട്ടുവീഴ്ചയൊക്കെ എത്രയോ വലുതാ. അതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം നവീന. നവീന്റെ ജീവിതം എപ്പോഴും നല്ലതായിരിക്കണേ. ഒരു സങ്കടവും ഒരിക്കലും നൽകരുതേ. ജയിലിൽ കിടക്കുന്നതിന്റെ അച്ഛൻ എത്ര വേദനിക്കുന്നുണ്ടാവും. അച്ഛന്റെ മനസ്സിന് സമാധാനം കൊടുക്കണേ. അച്ഛൻ പുറത്തിറങ്ങണം. അതിനുള്ള അനുഗ്രഹം നീ എനിക്ക് തരണേ ഭഗവാനെ. വാ മോളെ.